ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിക്കൊണ്ടുവരുന്ന ശ്ലോകം യോയമാത്മാ സ്വയം ജ്യോതി പഞ്ചകോശ വിലക്ഷണ അവസ്ഥാത്രയ സാക്ഷി സൻ നിർവികാരോ നിരഞ്ജന സദാനന്ദ സ വിജ്ഞേയ സ്വാത്മത്വേന വിപശ്ചിത. അതിന്റെ ഓരോ വരികളുടെ അർത്ഥമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിർവികാരഹ എന്നുള്ള ഭാഗമാണ് നോക്കിയത്. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നമുക്ക് വേറെ വേറെ അനുഭവങ്ങളുണ്ട്. ഈ മൂന്ന് സമയത്തും ഉള്ള അനുഭവങ്ങളെ ഒരാൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അനുഭവങ്ങൾ മൂന്നും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഈ ആൾ മാറുന്നില്ല. ഈ ആള് തന്നെയാണ് മൂന്നനുഭവത്തെയും അറിയുന്നത്. അപ്പൊ മാറാതിരിക്കുന്ന ഒരാൾക്ക് ആ മാറുന്ന മൂന്നനുഭവങ്ങളെയും അറിയാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോ അവിടെ മാറാത്ത ഒരാളുണ്ട്. അതാണ് നിർവികാര, മാറ്റമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ മൂന്ന് അവസ്ഥകളെ അനുഭവിക്കുമ്പോൾ പലവിധ വിഷയങ്ങളുമായി സംബന്ധം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വസ്ത്രം പുറത്തുള്ള ചെളിയോട് ചേരുമ്പോ വസ്ത്രം എന്താവും? വസ്ത്രം മലിനമാകും, അശുദ്ധമാകും. അതുപോലെ ചൈതന്യസ്വരൂപമായ ഞാൻ, ആത്മസ്വരൂപമായ ഞാൻ ഈ ലോകത്തെ അനുഭവിക്കുമ്പോൾ ഈ ആത്മാ അശുദ്ധമാകുന്നുണ്ടോ? സാധാരണ നിലയ്ക്ക് എങ്ങനെയാണ്? വസ്ത്രം നല്ല ക്ലീൻ ആയിരിക്കുന്ന വസ്ത്രത്തില് പുറത്തുള്ള ചെളി വരുമ്പോ അതിനോട് ബന്ധപ്പെടുമ്പോ ചെളി ഉണ്ടാവും. അപ്പൊ അത് അശുദ്ധമാകും, മലിനമാകും. അതുപോലെ ചൈതന്യസ്വരൂപമായ ആത്മാ പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, പല കാര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ അതും മലിനമാകുന്നു. അങ്ങനെ മലിനമാകുമോ എന്നാണ് ചോദ്യം. അപ്പൊ പറയാണ് നിരഞ്ജനഃ. നിരഞ്ജനഃ അങ്ങനെ ശുദ്ധമായതാണ്. അങ്ങനെ അതുകൊണ്ടുള്ള അഴുക്കൊന്നും ആത്മാവിനെ ബാധിക്കില്ല. ആത്മാവിനെ അത് ഒട്ടും ആത്മാവില് ഒരു കളങ്കവും അത് ഉണ്ടാക്കത്തില്ല. ആത്മാ എപ്പോഴും നിത്യശുദ്ധമാണ്. നിത്യശുദ്ധമായി തന്നെ ഇരിക്കും. എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും, ഏതെല്ലാം ജാഗ്രത സ്വപ്ന സുഷുപ്തി ഏതെല്ലാം അവസ്ഥകളിൽ കൂടി പോയി ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും ആത്മായെ അത് ബാധിക്കില്ല. ആ സ്വയം ജ്യോതിയെ അത് ബാധിക്കില്ല. ആനന്ദ സ്വരൂപത്തെ അത് ബാധിക്കില്ല. കാരണം ആത്മാ നിരഞ്ജനൻ, നിരഞ്ജന ആണ്, ശുദ്ധമായതാണ്. ആത്മാ എന്നും ശുദ്ധം തന്നെ. കാരണം ആത്മാ സാക്ഷി മാത്രമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ആത്മാ സാക്ഷി മാത്രമാണ്. സാക്ഷിയായിട്ടാണ് ആത്മാ ഇരിക്കുന്നത്. അപ്പോ സാക്ഷി ഏതൊന്നും ബാധിക്കില്ല. സാക്ഷി ഇതിൽ ഉൾപ്പെട്ട ആളല്ല, ആ പ്രക്രിയയിൽ ഉൾപ്പെട്ട ആളല്ല സാക്ഷി. സാക്ഷി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സംഭവത്തിലെ വാദിയോ പ്രതിയോ അല്ല സാക്ഷി. സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രം. അപ്പോ അതുപോലെ ഇവിടെ ആത്മാ സാക്ഷി മാത്രമാണ്. ഈ ജീവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും ആത്മായെ ബാധിക്കുകയില്ല. അപ്പോ ഈ പറയുന്ന എല്ലാം ആരാണ്? ഞാൻ എന്ന് അറിയാം. അപ്പൊ ഈ സാക്ഷി ഞാൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഉടല്, മനസ്സ്, കണ്ണ്, ശരീരം ഇതൊക്കെ അശുദ്ധമാകും, ഇല്ലേ? ഉടൽ അശുദ്ധമാകാം, മനസ്സിന് അശുദ്ധത വരാം, കണ്ണിന് വരാം, ചെവിക്ക് വരാം, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അശുദ്ധ ഉണ്ടാകാം. പക്ഷേ ആത്മാ ശുദ്ധ സ്വരൂപമാണ്. അത് സാക്ഷി മാത്രമാണ്, ശുദ്ധ സ്വരൂപമാണ്, സ്വയം ജ്യോതിയാണ്, എപ്പോഴും ആനന്ദ സ്വരൂപമാണ്. പിന്നെ വേറെ ഇതേപോലെ ഒരു ശുദ്ധസ്വരൂപം, ആത്മാ ശുദ്ധസ്വരൂപം എന്ന് പറയുന്ന പോലെ തന്നെ പ്രാണനെയും ശുദ്ധസ്വരൂപം എന്ന് പറയും.
അങ്ങനെ പറയാറുണ്ട്. പ്രാണൻ അതൊരു കാറ്റ് ആയതുകൊണ്ട് കാറ്റ് ഒരിക്കലും ശുദ്ധമല്ലെന്നാ പറയുന്നത്. അതിന്റെ എപ്പോഴും അതിന്റെ ശുദ്ധത നിലനിർത്താൻ അതിന് സാധിക്കും. അതിപ്പോ നമുക്കൊരു വേറെ ഒരു ഗന്ധം വരികയാണെങ്കിൽ അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ആ കാറ്റിനെ അത് ബാധിക്കില്ല. അത് വഹിച്ചു കൊണ്ടുപോയി അതില്ലാതെ ഉണ്ടാവും, അതിനെ ഡിസ്പേഴ്സ് ചെയ്യപ്പെടും. അപ്പോ പ്രാണനും അങ്ങനെ ശുദ്ധസ്വരൂപം എന്ന് പറയാറുണ്ട്. എന്നാൽ ആത്മാ ശുദ്ധത്തെയും അശുദ്ധത്തെയും പ്രകാശപ്പെടുത്തും. ആത്മാ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും. ശുദ്ധത്തെ മാത്രമല്ല പ്രകാശിപ്പിക്കുക, അശുദ്ധത്തെയും ആത്മാ പ്രകാശിപ്പിക്കും. പക്ഷെ ആത്മാ ആ അശുദ്ധം ആത്മായില് ബാധിക്കില്ല, സ്വയം അശുദ്ധമാകില്ല. പ്രകാശിപ്പിക്കാൻ സാധിക്കും, ശുദ്ധത്തെയും അശുദ്ധത്തെയും പ്രകാശിപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തെയും പ്രകാശിപ്പിക്കുന്ന ആത്മശക്തിയാണല്ലോ. അപ്പോ അതിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കാൻ സാധിക്കും, പക്ഷെ സ്വയം അശുദ്ധമാവുകയില്ല. അതാണ് ആത്മാവിന്റെ പ്രത്യേകത. അപ്പോ ആത്മാ എന്ന ഞാൻ ശുദ്ധമാണല്ലോ. അപ്പൊ പിന്നെ ശരീരവും മനസ്സും എങ്ങനെയായാൽ എന്താ, ഞാൻ എപ്പോഴും ശുദ്ധസ്വരൂപനല്ലേ എന്ന് തോന്നാം, അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ പഠിച്ചു വരുമ്പോ തോന്നാം, അങ്ങനെയാണെങ്കിൽ ശരീരവും മനസ്സോ അതൊക്കെ പോട്ടെ, ഞാൻ ആത്മാവാണല്ലോ, ഞാൻ ശുദ്ധമാണല്ലോ, അപ്പൊ പിന്നെ അത് ശുദ്ധമായ എന്താ, അതങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി വെച്ചാലേ നിത്യശുദ്ധമായ ആത്മാവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. വലിയൊരു കാര്യമാണ്. അത് വേദാന്തം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്തിമലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ, ആ ശുദ്ധസ്വരൂപമായി മാറണമെങ്കിൽ, ശുദ്ധസ്വരൂപമാണെന്ന് മാറുകയല്ല തിരിച്ചറിയണമെങ്കിൽ, സ്വയം സാക്ഷിയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ, സ്വയം ജ്യോതിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകണം. അപ്പോൾ മാത്രമേ അത് അറിയുള്ളൂ. ശുദ്ധമായി വെച്ചാലേ നിത്യശുദ്ധമായ ആത്മാവിനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. പിന്നൊരു വാക്ക് പറയുന്നു സദാനന്ദ. അടുത്തൊരു വാക്ക് പറയുന്നുണ്ട് സദാനന്ദ. നിർവികാരോ നിരഞ്ജന സദാനന്ദ സ വിജ്ഞേയ എന്ന് പറയുന്നത്. അപ്പൊ സദാനന്ദ എപ്പോഴും ആനന്ദ സ്വരൂപമാണ്, ഒരു കുറവും ഇല്ല. സാധാരണ നമുക്ക് വരുന്ന ആനന്ദങ്ങൾ എങ്ങനെയാ? കുറച്ചു നേരം സന്തോഷം ഉണ്ടാവും, പിന്നീട് സങ്കടം വരും, അങ്ങനെ മാറി 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 മാറിയിരിക്കും. ആത്മാവിന്റെ ആനന്ദം അങ്ങനെയല്ല. ആത്മാനന്ദം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ധാരാളം. ആത്മാനന്ദം എന്ന വാക്ക്. ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ, അയാൾക്ക് വേറൊരു അനുഭവം ഇല്ല. എപ്പോഴും ആത്മാനന്ദത്തിലാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അതിന്റെ വഴികളൊക്കെ പറഞ്ഞത് ഇന്ന സംഗതികളിൽ കൂടെ വന്നാൽ ഇന്ന രീതിയിൽ ആയാൽ ആത്മാനന്ദം അനുഭവിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അനുഭവിക്കുന്ന ഒരാൾക്ക് ഞാനിപ്പോ ആത്മാനന്ദത്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് അതൊക്കെ കുറെ ഗഹനമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞ ഗീതയെ പറഞ്ഞ ആ അവസ്ഥയില് അത് ഞാൻ സ്ഥിതപ്രജ്ഞനാണ് എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. അത് മറ്റുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അദ്ദേഹത്തെ യാതൊന്നും ബാധിക്കാതിരിക്കുകയും അദ്ദേഹം എപ്പോഴും ആ പ്രവൃത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു സാമീപ്യം തന്നെ നമുക്കൊരു വലിയ ഒരു ആശ്വാസം തരികയും നമ്മളെ ഒരു കറണ്ട് പിടിച്ചു നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരു പലതരത്തില് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് ഗീതയിൽ പറയുന്നുണ്ട്. പല പല തരത്തിൽ നോക്കിക്കുക, ഒന്നും ബാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോ സദാനന്ദ എപ്പോഴും ആനന്ദത്തിലാണ് ഇവര്. ചിലപ്പോൾ അത് പ്രകടിപ്പിച്ചോളണമെന്നില്ല, പക്ഷെ അവരെപ്പോഴും ആനന്ദത്തിലാണ്. മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും കുറവുകൾ ഉണ്ടാകാം, പക്ഷേ ആത്മാ കുറവില്ലാത്തതാണ്. മനസ്സിൽ കുറവുണ്ടാകാം, ബുദ്ധിയിൽ കുറവുണ്ടാകാം, ശരീരത്തിലെ സ്ഥൂല ശരീരത്തിലൊക്കെ കുറവുകൾ ഉണ്ടാകാം, പക്ഷെ ആത്മാ ഒരിക്കലും കുറവില്ലാത്തതാണ്. പൂർണ്ണ സ്വരൂപം ആണ്, പൂർണ്ണ സ്വരൂപമാണ് ആത്മ. ആ പൂർണ്ണതയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപൂർണമായ നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തണം. പിന്നെന്താ ഒരു വാക്ക് പറയുന്നേ? നിർവികാരോ നിരഞ്ജന സദാനന്ദ സ വിജ്ഞേയ. ഇങ്ങനെയുള്ള ആത്മാവ് അറിയേണ്ടത് ആണ്, അതിനെ അറിയേണ്ടതാണ്. എങ്ങനെ അറിയേണ്ടതാണ്? സവിജ്ഞേയ അറിയേണ്ടതാണ്. നമ്മൾ അറിയണം ഇതിനെ. ഇങ്ങനെയുള്ള ഈ ആത്മാവിനെ നമ്മൾ അറിയണം.
എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെയാണ് അറിയേണ്ടത്? സ്വാത്മത്വേന വിപശ്ചിത. സ്വാത്മത്വേന, സ്വയം തന്നെത്താൻ അവനവന്റെ പ്രയത്നം കൊണ്ട് അവനവൻ തന്നെ, ഞാൻ തന്നെ ആത്മാ എന്ന് അറിയണം. സ്വാത്മത്വേന, സ്വയം തന്നെ, തനിയെ, അവനവൻ ഞാനായി അറിയണം. ഞാൻ ഇതിനെ ഞാനായി അറിയണം. ഞാൻ ആത്മായാണ്, അതിനെ ഞാൻ ആയി അറിയണം. ഇപ്പൊ ഞാനായി അറിയുന്നത് എങ്ങനെയാണ്? ശരീരത്തെയാണ് ഞാനായി അറിയുന്നത്. ശരീരത്തെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അന്നമയ കോശത്തിൽ നിന്നുകൊണ്ട് ഞാനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ അന്നമയ കോശത്തിലാണ്. ഇനി അവിടെ നിന്ന് കയറി പടിപടിയായിട്ട് കയറി ഓരോ സ്റ്റെപ്പും കയറി 5 കോശങ്ങളും കടന്ന് ഞാൻ ആത്മാ എന്ന് ഞാൻ ആയി, ഞാൻ ആത്മാവായി, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായി, ഞാൻ നിരഞ്ജനനായി, ഞാൻ നിർവികാരനായി ഞാൻ അറിയണം, സ്വയം അറിയണം. സ്വാത്മത്വേന ആണ് വിപശ്ചിത. അപ്പോ വെറുതെ പുസ്തകം വായിച്ച് അങ്ങനെ ഞാൻ ആത്മാ എന്ന് അറിഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാം ധാരാളം ഞാൻ ആത്മാ എന്ന് വായിച്ചു കഴിഞ്ഞു, ഇഷ്ടം പോലെ വായിച്ചു കഴിഞ്ഞു, ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പോ ആത്മാ ആണ് എന്നൊരു രീതിയിലേക്ക് എത്തിയോ നമ്മള്? ഇല്ല. അപ്പൊ വെറുതെ പുസ്തകം വായിച്ച് ഞാൻ ആത്മാ എന്നറിഞ്ഞാൽ പോരാ, ഞാൻ സ്വയം ആത്മാ എന്ന് തിരിച്ചറിവുണ്ടാകും. ഞാൻ സ്വയം ആത്മാ എന്ന് അറിയാൻ സാധിക്കണം. ആർക്കാണ് ഇങ്ങനെ അറിയാൻ പറ്റുക? ജ്ഞാനിയായാൽ അറിയാൻ പറ്റും. ജ്ഞാനിയാണ് ഇങ്ങനെ തിരിച്ചറിയുന്നത്. അപ്പൊ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ജ്ഞാനസമ്പാദനത്തിനുള്ള വഴിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ആ വഴി തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ കൂടെ പോയാൽ ജ്ഞാനസമ്പാദനം നടക്കും. അപ്പോൾ സ്വയം ആത്മാ എന്ന് തിരിച്ചറിയും. വിപശ്ചിത, ജ്ഞാനിയാൽ സ്വയം ആത്മാ എന്ന് അറിയണം. ജ്ഞാനത്താൽ, ജ്ഞാനം കൊണ്ട് വേണം സ്വയം ആത്മാ എന്നറിയാൻ. പഞ്ചകോശ വിവേകം ചെയ്ത് പഞ്ചകോശത്തിൽ നിന്ന് വേറെയായി, സ്വയം ജ്യോതിയായി, സ്വരൂപമായി 3 അവസ്ഥകളെയും സാക്ഷിയായി കണ്ടുകൊണ്ട് ഒരു മാറ്റത്തിനും വിധേയമാകാതെ ശുദ്ധമായി ആനന്ദരൂപമായി ഏതൊന്നുണ്ടോ അതിനെ സ്വയം ഞാനായി അറിയണം. ഇതാണ് ശരിക്കും ആ ഫുൾ ശ്ലോകത്തിന്റെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പഞ്ചകോശ വിവേകം ചെയ്ത് പഞ്ചകോശത്തിൽ നിന്ന് വേറെയായി സ്വയം ജ്യോതിസ്വരൂപമായി 3 അവസ്ഥകളെയും സാക്ഷിയായി കണ്ടുകൊണ്ട് ഒരു മാറ്റത്തിനും വിധേയമാകാതെ ശുദ്ധമായി ആനന്ദരൂപമായി ഏതൊന്നുണ്ടോ അതിനെ സ്വയം ഞാനായി അറിയണം. ഇങ്ങനെ പറഞ്ഞാണ് ആചാര്യസ്വാമികള് പഞ്ചകോശ വിവേകം അവസാനിപ്പിച്ചത്. ഈ ശ്ലോകത്തോടു കൂടി ആ പഞ്ചകോശ വിവേകം എന്നുള്ള ആ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോ അടുത്തതായിട്ട് ശിഷ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് ഞാനായി അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനെയാണ് പഞ്ചകോശത്തിനെ വിവേകം ചെയ്ത് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും അതെന്തുകൊണ്ട് ഞാനല്ല, എന്തുകൊണ്ട് ആത്മാ അല്ല എന്ന് പറഞ്ഞപ്പോ അതിനെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നെല്ലാം കടന്ന് മുന്നോട്ട് പോകണം. അപ്പോ അങ്ങനെ ശിഷ്യൻ ആ ഒരു അവസ്ഥയിലെത്തിയപ്പോ ശിഷ്യൻ ചോദിക്കുകയാണ് ഒരു സംശയം. അത് 62-ാമത്തെ ശ്ലോകമായിട്ട് അടുത്ത ശ്ലോകമായിട്ട് വരുന്നു. എന്താണ് ആ ശ്ലോകം എന്ന് നമുക്ക് നോക്കാം. മിഥ്യാത്വേന നിഷിദ്ധേഷു കോശേഷ്വേതേഷു പഞ്ചസു സർവാഭാവം വിനാ കിഞ്ചിൽ ന പശ്യാമ്യത്ര ഹേ ഗുരോ വിജ്ഞേയം കിമു വസ്ത്വസ്തി സ്വാത്മനാത്ര വിപശ്ചിത. അതാണ് ശ്ലോകം. മിഥ്യാത്വേന നിഷിദ്ധേഷു കോശേഷ്വേതേഷു പഞ്ചസു സർവാഭാവം വിനാ കിഞ്ചിൽ ന പശ്യാമ്യത്ര ഹേ ഗുരോ വിജ്ഞേയം കിമു വസ്ത്വസ്തി സ്വാത്മനാത്ര വിപശ്ചിത. ഒരു വലിയ ശ്ലോകമാണ്, പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ശിഷ്യൻ സംശയം പറയാണ്. ഇത്രയൊക്കെ കേട്ടു. അപ്പോ
ഒരു സംശയം ഉടലെടുക്കുന്നു മനസ്സിൽ. അതിവിടെ ഗുരുവിനോട് ചോദിക്കുകയാണ്. ഗുരുവേ, അങ്ങ് ഓരോരോ കോശമായി എടുത്ത് ഇത് നീയല്ല, ഇത് നീയല്ല, ഇത് ആത്മാവല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, ഓരോന്നും എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വന്നു. ഇത് നീയല്ല, അന്നമയകോശം നീയല്ല, പ്രാണമയകോശം നീയല്ല, മനോമയകോശം നീയല്ല, വിജ്ഞാനമയകോശം നീയല്ല, ആനന്ദമയകോശം നീയല്ല, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വന്നു. അപ്പോ ആദ്യം ഞാൻ സ്വയം ശരീരം എന്ന് വിചാരിച്ചിരുന്നു. ശിഷ്യൻ പറയുന്നതാണ്, ഞാൻ സ്വയം ശരീരം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ എന്റെ ഗുരുവായ അങ്ങ് ചില യുക്തികളെല്ലാം പറഞ്ഞു തന്നപ്പോ, ഉടൽ നീയല്ല എന്ന് യുക്തിസഹിതം പറഞ്ഞു തന്നപ്പോ, ആ അറിവ് കിട്ടിയപ്പോൾ, യുക്തിമൂലമായുള്ള അറിവ്, നേരത്തെ ആ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, യുക്തിപൂർവമായ അറിവ് കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ഞാൻ ഈ ശരീരമല്ല എന്ന്. പ്രാണനെയും അതുപോലെ അങ്ങ് പറഞ്ഞു തന്നു. പ്രാണനെ വിശദീകരിച്ച് അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതും നീ അല്ല കേട്ടോ, ആത്മാവല്ല, നീ ആത്മാവാണ്, പക്ഷെ ഇത് ആത്മാവല്ല. ശരി, ഈ കാറ്റ്, പ്രാണൻ എന്ന് പറഞ്ഞ കാറ്റ് നീയല്ല, അതൊരു കാറ്റ്, നീയല്ല. ഈ കാറ്റ് അകത്തും പുറത്തും ഉണ്ട്. അപ്പോ അതെങ്ങനെയാ നീയാകാൻ പറ്റണേ? അത് നീയല്ല. ശരി, മനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതേപോലെ പറഞ്ഞു. മനസ്സിനെ നീ കാണുന്നുണ്ട്. കാരണം എന്താ? എൻ്റെ മനസ്സിന് സന്തോഷം, എൻ്റെ മനസ്സിൽ ഇന്ന കാര്യങ്ങൾ തോന്നി, എൻ്റെ മനസ്സിൽ ദുഃഖം വന്നു, അങ്ങനെ പറയുമ്പോ മനസ്സിനെ നീ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിനക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. മനസ്സിന് മാറ്റമുണ്ട്. ഇപ്പൊ സന്തോഷമാണെങ്കിൽ പിന്നെ സങ്കടമാവും, ഇപ്പോ ദേഷ്യമാണെങ്കിൽ പിന്നെ കരുണയായിരിക്കാം. അങ്ങനെ മാറി 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 മനസ്സിൽ പല വികാരങ്ങളും മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ മാറ്റത്തിന് വിധേയമാണ് മനസ്സ്. അപ്പൊ അങ്ങനെയെല്ലാം വരുന്നത് കൊണ്ട് മാറ്റമില്ലാതെ ഇരിക്കുന്ന ഒരു ആത്മാവല്ലത്, നീ ആത്മാവാണ്. അതുകൊണ്ട് ഈ മനസ്സ് നീ അല്ല, ആത്മാ അല്ല. അങ്ങനെ പറഞ്ഞു. വിജ്ഞാനവും അതുപോലെ നീ അല്ല എന്ന് പറഞ്ഞു. ചിലതിനെ കുറിച്ച് അറിയാം, ചിലതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ വിജ്ഞാനവും നീ അല്ല. ആനന്ദത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രിയം, മോദം എന്നുള്ള പറഞ്ഞില്ലേ നമ്മൾ, 3 അവസ്ഥകൾ പറഞ്ഞു. അങ്ങനെ ആ ആനന്ദവും 3 അവസ്ഥകളിലുള്ള മാറ്റങ്ങൾ വരുന്നത് കൊണ്ട്, പ്രിയം, മോദം, പ്രമോദം, അങ്ങനെ 3 ഇതിൽ വരുന്നത് കൊണ്ട് അതും നീയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് ഇതൊന്നും നീയല്ല, നീയല്ല, നീയല്ല എന്ന് വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ആര്? ഗുരു തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. പറഞ്ഞു കൊടുത്തിട്ട് ശിഷ്യനാണ് ഇപ്പൊ സംശയം വന്നിരിക്കുകയാണ്. എന്താണ് ശിഷ്യന് സംശയം വന്നിരിക്കുന്നത്? അപ്പൊ പ്രിയം, മോദം, പ്രമോദം, പ്രിയം, മോദം, പ്രമോദം, ആ ആനന്ദവും അല്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഒന്നുമല്ല ഇപ്പോ. ഞാൻ എന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് വേറെ പലതരത്തിലും ഞാൻ ഞാൻ ഞാൻ, ഈ 5 കോശത്തിലും ഞാൻ ഞാൻ എന്ന് വിചാരിച്ചിരുന്നു. ഗുരു പറഞ്ഞു തന്നു ഇതൊന്നും നീയല്ല എന്ന് പറഞ്ഞപ്പോ, ഈ ഞാനല്ല യഥാർത്ഥ ഞാൻ. അതായത് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ അല്ല യഥാർത്ഥ ഞാൻ എന്ന് ഗുരുവിന്റെ ഇത്രയും സമയത്തുള്ള ക്ലാസ് കൊണ്ട്, ഗുരുവിന്റെ പറച്ചിൽ കൊണ്ട്, ഗുരുവിന്റെ ഉപദേശം കൊണ്ട്, ആ യുക്തിപൂർവമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവസാനം അങ്ങനെയെല്ലാം മനസ്സിലായി. ശരിയാണ്, ഞാൻ അന്നമയകോശമല്ല എന്ന് മനസ്സിലായി. അതായത് സ്ഥൂല ശരീരമല്ല എന്ന് മനസ്സിലായി. പ്രാണമയകോശമല്ല, സൂക്ഷ്മ ശരീരമല്ലെന്ന് മനസ്സിലായി. വിജ്ഞാനമയം, പിന്നെ മനോമയമല്ല, വിജ്ഞാനമയമല്ല, ആനന്ദമയമല്ല, അങ്ങനെ സൂക്ഷ്മ ശരീരവും അല്ല, കാരണ ശരീരവുമല്ല, ഇതൊന്നുമല്ല ഞാൻ. ഇതിനെയൊക്കെ അറിയുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാൻ വേറെയാണ്, ഞാൻ ഇതൊന്നുമല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരു ശൂന്യത മാത്രമാണ് കാണുന്നത്. ഞാൻ ഇതൊന്നുമല്ല. പക്ഷെ ഞാൻ കാണുന്നത് ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ ഞാൻ
ഒരു ശൂന്യതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ ഞാൻ എന്താണ്? ഒന്നുമില്ല, ശൂന്യത, ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ 5 കോശങ്ങളെയും കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഞാൻ എത്തിപ്പെടുന്നത് ഗുരുനാഥ. ശൂന്യതയാണ് ഗുരുനാഥ എനിക്ക് തോന്നുന്നത്, ഒരു അഭാവമാണ് ഗുരുനാഥ എനിക്ക് തോന്നുന്നത്, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഇതെന്താണ്? ശൂന്യതയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എല്ലാ കോശങ്ങളെയും കടന്നപ്പോൾ. ഇവിടെ ശിഷ്യൻ ഗുരുവിന്റെ ക്ലാസ് കേട്ടോ? ഇവിടെ ശിഷ്യൻ ഗുരുവിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കണമല്ലോ. 2 തരത്തിൽ സംശയം വരാം. നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്കും ഒട്ടും ശ്രദ്ധയില്ലാതെ ക്ലാസ് കേട്ട ഒരാൾക്കും സംശയം വരാം. 2 തരത്തിലും സംശയം ഉണ്ടാകാം. ഒരു ഗുരുനാഥന്റെ മുമ്പിലിരുന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്ക് സംശയം ഉണ്ടാകാം. ഒട്ടും ശ്രദ്ധയില്ലാതെ നന്നായിട്ട് ശ്രദ്ധിച്ച കേട്ട ആൾക്കും ഒട്ടും ശ്രദ്ധയില്ലാത്ത ആൾക്കും സംശയം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. നന്നായിട്ട് കേട്ട ആൾക്കും ഒട്ടും വ്യക്തമല്ലാതെ ശ്രദ്ധയില്ലാതെ കേട്ട ആൾക്കും സംശയം ഉണ്ടാകില്ല. ഇവിടെ നമ്മുടെ ശിഷ്യന് സംശയമുണ്ട്. അതായത് അദ്ദേഹം കേട്ടിട്ടുണ്ട്, പൂർണ്ണമായ ഒരു ശ്രവണമല്ല, പൂർണ്ണമല്ല. കേട്ടിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമല്ല. അതുകൊണ്ടാണ് അവിടെ സംശയം നിലനിൽക്കുന്നത്. അതായത് പൂർണ്ണമല്ല, പകുതി മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാഗം മനസ്സിലായിട്ടുണ്ട്, കുറെ മനസ്സിലാകാത്ത ഭാഗങ്ങളും ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ എന്ന് വേണം ഇവിടെ ശിഷ്യന്റെ ഈ സംശയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ ഒരു മനസ്സിലാകാതെ വന്നിട്ടുണ്ട്, ഏതോ ഒരു ഭാഗം ക്ലിയർ ആകാതെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അപ്പോ ഗുരു എന്ത് ചെയ്തു? ശിഷ്യനെ അഭിനന്ദിച്ചു. എന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ശിഷ്യനെ അഭിനന്ദിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. എന്താണ് സംശയം? അത് നമുക്കൊന്ന് നോക്കാം. മിഥ്യാത്വേന നിഷിദ്ധേഷു കോശേഷു, ആദ്യത്തെ വരി. മിഥ്യാത്വേന നിഷിദ്ധേഷു കോശേഷു പഞ്ചസു എന്നും പറയും അല്ലെ. കോശേഷ്വതേഷു പഞ്ചസു എന്ന് പറയും. മിഥ്യാത്വേന, സത്യം അല്ല, ഈ കോശങ്ങളൊന്നും സത്യമല്ല, മിഥ്യയാണ്, ഇല്ലാത്തതാണ്, ഉണ്മയറ്റതാണ്, അതിനൊന്നും ഉണ്മയില്ല, അതില്ലാത്തതാണ്, സത്യമല്ല. അങ്ങനെ കോശേഷു നിഷിദ്ധേഷു, അപ്പൊ ഇല്ലാത്ത കോശങ്ങളെ എല്ലാത്തിനെയും നീക്കിയപ്പോൾ, ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗുരുനാഥൻ അതിൻ്റെയൊക്കെ ലക്ഷണം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി ഇതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്ന് മനസ്സിലായി, ഇതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ കോശങ്ങളെയൊക്കെ നീക്കിയ ശേഷം ഏതേഷു പഞ്ചസു, ഈ 5 കോശങ്ങളെയും സത്യമല്ല എന്നറിഞ്ഞ് നീക്കിയ ശേഷം പഞ്ചസു ഏതേഷു കോശേഷു നിഷിദ്ധേഷു, എങ്ങനെ? മിഥ്യാത്വേന, സത്യമല്ല എന്ന് നീക്കിയ ശേഷം എന്താണ്? സർവാഭാവം വിന കിഞ്ചിത്, സർവാഭാവം വിന, സർവ അഭാവം വിന, എല്ലാം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ അല്ലാതെ, എല്ലാം ഇല്ല എന്നുള്ള ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലാതെ, അങ്ങനെ ഒരു അവസ്ഥയാണ് വന്നുപെട്ടത്. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വന്നുപെട്ടു. എങ്ങനെയാണത്? വിനാ കിഞ്ചിത്, സർവ അഭാവം വിനാ കിഞ്ചിത് ന പശ്യാമി. കിഞ്ചിത്, വേറെ ഒന്നിനെയും, ഇല്ലായ്മ, ഒന്നുമില്ല, അതായത് ശൂന്യത അല്ലാതെ വേറെ ഒരു വസ്തുവിനെയും ന പശ്യാമി, ഞാൻ കാണുന്നില്ല. ഈ എല്ലാ കോശങ്ങളും മിഥ്യയാണെന്നറിഞ്ഞ് അതിനെയെല്ലാം നീക്കി നോക്കിയപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു ശൂന്യത, ഒരു അഭാവമല്ലാതെ ഞാൻ വേറെ ഒരു വസ്തുവിനെയും കാണുന്നില്ല. ന പശ്യാമി കിഞ്ചിത്.
ഹേ ഗുരു, അല്ലയോ ഗുരുനാഥ, ശൂന്യതയല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ എന്റെ മുൻപിലില്ല. ഞാൻ എല്ലാ കോശങ്ങളെയും നീക്കി അങ്ങ് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ എന്റെ മുമ്പിൽ ശൂന്യത മാത്രമാണ്. ഞാൻ ഒന്നിനെയും കാണുന്നില്ല. അപ്പോ ഈ സന്ദർഭത്തില് ഒരു ഗുരുനാഥൻ പറയും, ചിദംബര രഹസ്യം അല്ലെ, ചിദംബരേശ്വരന്റെ ക്ഷേത്രം ഉണ്ടല്ലോ തമിഴ്നാട്ടില്, ചിദംബരം. ആ ചിദംബരത്തില് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞൊരു അകത്തൊരു അറയുണ്ട്. ചിദംബര രഹസ്യം, അത് ചിലർക്ക് കാണാൻ പറ്റി ചെന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ തുറക്കും. ആ ചിദംബര രഹസ്യത്തിന്റെ അറ. അപ്പൊ നമ്മൾ വിചാരിക്കും ചിദംബര രഹസ്യം കണ്ടോ? ഇല്ല, കണ്ടില്ല. അപ്പൊ ഇത് കാണണമെന്നുണ്ട്, അത് എല്ലാ സമയത്തും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോ അവിടെ ചെന്ന് ആ ചിദംബര രഹസ്യം തുറക്കുന്ന സമയത്ത് ആ അറ തുറക്കുമ്പോൾ അവിടെ ചെന്നാൽ എന്താ കാണുക? ആ ചിദംബര രഹസ്യം അറ തുറക്കുമ്പോൾ ശൂന്യമാണ്, അതിനകത്തൊന്നുമില്ല. തുറന്ന് നോക്കുമ്പോ അവിടെ ഒന്നുമില്ല. ഒരു മാല കാണും, ഒരു മാല ഇട്ടിട്ടുണ്ടാവും അവിടെ. ആ മാലയാണോ ചിദംബര രഹസ്യം? അല്ല, അവിടെ മാല ചാർത്തിയിട്ടുണ്ട്, ആ രഹസ്യത്തിന് മാല ചാർത്തിയിരിക്കുക. പിന്നെ അവിടെ ദീപാരാധന നടത്തും. ഈ ചിദംബര രഹസ്യ ആ അറക്കകത്ത് ദീപാരാധന നടത്തും. എന്തിനാണ് ദീപാരാധന നടത്തുന്നത്? മാലയ്ക്കാണോ? അല്ല. പിന്നെ എന്തിനാണ്? അവിടെ സർവ അഭാവം ആണ്. അവിടുത്തെ രഹസ്യം സർവഭാവം. അതായത് അവിടുത്തെ തത്വം ആകാശരൂപമായി ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളത്. ആകാശരൂപമായി ഭഗവാൻ ഇരിക്കുന്നു, ശ്രീ പരമേശ്വരൻ ആകാശരൂപമായി ഇരിക്കുന്നു. ആകാശലിംഗം ആണ് ചിദംബരത്തിൽ, ആകാശലിംഗം. അതിന്റെ പേരെങ്ങനെ? ആകാശലിംഗം. അപ്പൊ അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ആകാശത്തിൽ എന്തെങ്കിലും, എല്ലാം ആകാശത്തിലാണ്, പക്ഷെ ആകാശം എങ്ങനെ ഇരിക്കും? നമുക്ക് കാണാൻ പറ്റുമോ ആകാശം എന്ന് പറഞ്ഞാൽ? എല്ലാ സ്ഥലത്തും ഉണ്ട് ആകാശം. ആകാശത്തിന് എങ്ങനെയാ മാല ചാർത്തുക? ആകാശത്തിന് മാല ചാർത്തുക എങ്ങനെയാ ചാർത്താൻ പറ്റുക? ആലോചിച്ച് നോക്കുക. ആകാശത്തിന് എങ്ങനെ മാല ചാർത്തും? അപ്പൊ അവിടെ മാല ചാർത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, എവിടെ ചാർത്തിയാലും ആകാശത്തിൽ തന്നെ ചാർത്തുന്നത്. നമ്മൾ എവിടെ ചാർത്തിയാലും അവിടെ ആകാശമുണ്ട്. ആകാശമില്ലാത്ത ഒരു ഇടവും ഇല്ല. എല്ലായിടത്തും ആകാശമുണ്ട്. ഇതെല്ലാം നിൽക്കുന്നത് ആകാശത്തിലാണ്. സർവവും നിൽക്കുന്നത് ആ ബ്രഹ്മത്തിലാണ്. അതാണ് അവിടുത്തെ സങ്കല്പം. എല്ലാം ഈ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നു. അപ്പോ എവിടെ വേണമെങ്കിലും ചാർത്താം. എന്നിട്ട് പറയുന്നു, വിജ്ഞേയം കിമു വസ്തുസ്തി. വിജ്ഞേയം കിം വസ്തു അസ്തി. വിജ്ഞേയം, അറിയാൻ സാധിക്കുന്നത് എന്ത്? ഉ എന്നിവിടെ പറയുമ്പോൾ കിമു എന്നുള്ളതിൽ ഉ എന്നത് ഉദ്വേഗത്തെ കാണിക്കുന്നതാണ്. ഉദ്വേഗം എന്താണ്? അറിയാനുള്ള ഉദ്വേഗം. അപ്പോ വിജ്ഞേയം കിമു വസ്തു അസ്തി, അറിയാൻ സാധിക്കുന്നത് എന്ത്? ഇവിടെ അറിയാൻ സാധിക്കുന്നതായി എന്താണുള്ളത്? ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ശൂന്യതയെ കാണുന്ന, അഭാവമാ കാണുന്നത്. ഞാൻ എല്ലാത്തിനെയും തിരസ്കരിച്ചിങ്ങ് പോന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും കാണുന്നില്ല. കാണാൻ സാധിക്കുന്നതായിട്ട്, അറിയാൻ സാധിക്കുന്നതായി ഒരു വസ്തുവിനെയും ഇവിടെ കാണുന്നില്ല. എല്ലാ കോശങ്ങളെയും ഞാൻ കടന്നു വന്നു, പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. അപ്പൊ അറിയാൻ സാധിക്കുന്നതായി എന്ത് വസ്തുവാണുള്ളത്? 5 കോശത്തെയും നീക്കിയപ്പോൾ ഇപ്പൊ ഒരു ശൂന്യതയാണ്. ആത്മാ എവിടെ? ആത്മാവുണ്ട്, ആത്മാവുണ്ടെന്ന് പറയുന്നു. ഇവിടെ ഞാൻ കാണുന്നില്ലല്ലോ. ആത്മാവിനെ ഞാൻ കാണുന്നില്ല. ഞാൻ ശൂന്യതയാണ് കാണുന്നത്. ആത്മാ എവിടെ? വിജ്ഞേയം കിമ വസ്തു അസ്തി. സ്വാത്മന അത്ര വിപശ്ചിത എന്ന ശ്ലോകത്തിൽ ഓർക്കണം. സ്വാത്മന അത്ര വിപശ്ചിത. അറിവുള്ളവനാൽ അവനവനായി ഇവിടെ കാണപ്പെടും, അറിയപ്പെടും. അറിവുള്ളവനാൽ അവനവനായി അറിയണം. വേറൊന്നും കാണത്തില്ല അവിടെ. അവനവനായി അറിയണം. വിപശ്ചിത, അറിവുള്ളവനാൽ, സ്വാത്മന, അവനവനായി, അത്ര, ഇവിടെ അറിയണം. അറിവുള്ളവനാൽ സ്വയം ആത്മാ എന്നറിയുവാൻ ഇവിടെ എന്തുണ്ട്? അറിയണം എന്ന് പറഞ്ഞാൽ ശരിയാ. അപ്പൊ എങ്ങനെ അറിയും? അതാണ്. അറിവുള്ളവനാൽ സ്വയം
ആത്മാ എന്നറിയുവാൻ ഇവിടെ എന്തുണ്ട്? ഞാൻ ഒന്നിനെയും കാണുന്നില്ലല്ലോ. സ്വാത്മനാ അത്ര വിപശ്ചിത വിജ്ഞേയം കിമു വസ്തുവസ്തി. അറിവുള്ളവനാൽ സ്വയം ആത്മാ എന്നറിയുവാൻ ഇവിടെ എന്തുണ്ട്? ഞാൻ ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഇങ്ങനെ ചോദിക്കുന്നതിനാൽ, ശിഷ്യനാണ് ഇപ്പൊ ഇത് ചോദിച്ചത്, ഇങ്ങനെ ചോദിക്കുന്നതിനാൽ ശിഷ്യൻ പകുതി വഴി കടന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട്, കുറെയൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ഈ ചോദ്യം. നമ്മൾ കോശമൊന്നും കടന്നില്ല, പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കോശം കടന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ച് നോക്കാം. കോശങ്ങളെല്ലാം കടന്നതായി. അപ്പൊ പഞ്ചകോശങ്ങളെ ശിഷ്യൻ നീക്കിയിട്ടുണ്ട്, നമുക്ക് നീക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും ആദ്യത്തെ കോശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ശിഷ്യൻ ഇതൊക്കെ കടന്നു, മിടുക്കനാണ്, വളരെ 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 മിടുക്കനാണ്, സാധനകൾ ചെയ്യുന്ന ആളാണ്, ഗുരുവിന്റെ അനുഗ്രഹമുള്ള ആളാണ്. ശിഷ്യൻ നീക്കിയിട്ടുണ്ട്, അതിനാലാണ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. ശിഷ്യൻ നീക്കിയിട്ടുള്ളത് കൊണ്ട് ഒന്നും കാണുന്നില്ല എന്ന് ശിഷ്യൻ പറഞ്ഞു. അതിന് ഗുരു നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇനി മുന്നോട്ടങ്ങോട്ട് ആത്മാവിനെ കുറിച്ചുള്ള ഗുരുവിന്റെ വർണ്ണനകളാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവേക ചൂടാമണി അത് ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താണ് ആത്മതത്വം എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഒന്നുകൂടെ പോയി കേട്ടു നോക്കുക, വീഡിയോ ഒക്കെ ഒന്നുകൂടെ കേട്ടു നോക്കുക. നന്നായിട്ട് ഉള്ളിൽ ഉറക്കണം ഓരോ ഭാഗങ്ങളും. ഓരോ വീഡിയോ ഇടുന്നത് നന്നായിട്ട് കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഉറച്ചുറച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനിയുള്ള ഒക്കെ നന്നായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അടുത്ത 63ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും സായിരാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. സായിരാം സാർ.